Thankful to the EMS Padna Gaveshna Kendram for giving me this opportunity to speak to you about the proposed US-India trade agreement. Never before since independence has India signed such a treaty which is a colonial treaty, a treaty which is an unequal treaty, and a treaty which has been imposed on India by American imperialism. സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ ഇതപര്യന്തം ഇത്തരത്തിലുള്ള ഒരു കരാർ ഒപ്പുവയ്ക്കപ്പെട്ടിട്ടില്ല. ഈ കരാർ പൂർണ്ണമായും സാമ്രാജ്യത്വ ഉള്ളടക്കമുള്ളതാണ്, അങ്ങേയറ്റം അസന്തുലിതമായ ഒന്നാണ്, ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാറാണ്. We are still not fully aware of all the details of this agreement, because what has been announced, they say, is a framework for an interim agreement. But whatever has been now announced, mainly by the United States of America, makes us all apprehensive of how the Modi government has compromised national sovereignty, has surrendered to President Trump's crude pressures, and how the future of the farmers, the workers, the small and medium industries, all their future has been jeopardized by what this treaty is going to be. ഈ കരാറിൻ്റെ ഉള്ളടക്കം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇവ അവകാശപ്പെടുന്നത് ഇത് ഒരു ഇടക്കാല കരാറിൻ്റെ ചട്ടക്കൂട് മാത്രം ആണ് എന്നാണ്. ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അമേരിക്കൻ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. നമുക്ക് മുമ്പിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ കരാറിനെ സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. മോദിയുടെ ഗവൺമെൻറ് എപ്രകാരമാണ് ട്രംപിൻ്റെ മുമ്പിൽ കീഴടങ്ങിയത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതുപോലെ ട്രംപ് ഇന്ത്യയുടെ മേൽ നടത്തിയ അതിശക്തമായ സമ്മർദ്ദത്തെ സംബന്ധിച്ച്, അതുപോലെ നമ്മുടെ കൃഷിക്കാരും ചെറുകിട കർഷകരും സംരംഭകരും വ്യവസായികളും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയിലെ ജനസാമാന്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, അത് എത്രത്തോളം ഈ കരാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് ആശങ്കകളുണ്ട്. Before I go to the specific aspects of this trade agreement, we should be aware of the global situation and background in which this agreement is being made. Since President Trump came into office in January 2025, we have seen a new phase in the aggressive moves of the United States of America. President Trump became president with the slogan that America first, that will be my policy. And to make America first, he will downgrade relations with America's closest allies in NATO, in Europe. He will trample upon the sovereign rights of
the developing countries, the global south, and he will use crude threats and pressures. At the economic level, he will raise tariffs on goods imported into America from any country to threaten them, or impose sanctions on those countries which do not agree to his demands, and even use military power and military force against those countries who he thinks will not accept any form of American domination. Like it happened in Venezuela, where the American armed forces attacked and kidnapped the president of Venezuela, Nicolas Maduro, and now is trying to capture the oil resources of Venezuela. ഈ കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കരാറിന്റെ ആഗോള പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. 2025 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ആക്രമണോത്സുകമായ നീക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ കുപ്രസിദ്ധമായ മുദ്രാവാക്യം അമേരിക്ക ഫസ്റ്റ്, ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ലോകത്ത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യങ്ങളുടെ മേൽ അതിക്രമിച്ച് കിടക്കുകയും എല്ലാ ബന്ധങ്ങളെയും തകർക്കുകയും അതോടൊപ്പം പരമാധികാരമുള്ള രാജ്യങ്ങളുടെ പരമാധികാരം പോലും ചവിട്ടി മതിക്കുകയുമാണ്. സാമ്പത്തിക രംഗത്താണെങ്കിൽ താരിഫ് എന്ന ഭീഷണി ഉയർത്തിക്കൊണ്ട് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. അതിന് വഴങ്ങാത്ത രാജ്യങ്ങളുടെ മേൽ സാമ്പത്തിക ഉപരോധത്തിന്റെ ഭീഷണി മുഴക്കുന്നു. ഇതിനൊന്നും വഴങ്ങാത്ത രാജ്യങ്ങളുടെ മേൽ സൈനികമായ ആധിപത്യത്തിന് ശ്രമിക്കുന്നു. നമ്മുടെ മുമ്പിൽ വെനിസ്വേലയുടെ ഉദാഹരണമുണ്ട്. വെനിസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. വെനിസ്വേലയിലെ എണ്ണ തട്ടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തരത്തിലുള്ള നീക്കം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. So America under Trump is desperately trying to revive its economic power, which was weakening. It is desperately trying to maintain its declining hegemony around the world, because America is a declining force in the world today. He is trying to take desperate steps to try to use American military power to try to bring various countries into submission and to extract concessions from these countries which will strengthen America economically. This is the goal of President Trump, and he will not go by any international norms, laws or standards to achieve this. അമേരിക്ക ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അവരുടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആധിപത്യം വീണ്ടെടുക്കുന്നതിലാണ്. നമുക്കറിയുന്നതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയുടെ ആധിപത്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അമേരിക്ക സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും അതോടൊപ്പം സാമ്പത്തിക ഉപരോധം പോലുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ട് അവരെ വരുതിയിൽ വരുത്തുവാനും അങ്ങനെ തങ്ങളുടെ നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ ഊർജിതമായ ഉത്സിതമായ ശ്രമങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Where the strategic mistake was made by the Modi government, the Indian government, is in their wrong understanding of what President Trump is going to do and what he's become. Because Prime Minister Narendra Modi conducts personal diplomacy. His foreign policy is based on his personal relations with various leaders. You have seen him going to scores of countries, hugging leaders and saying, now here's India's friend and we'll have good ties with these countries. So President Trump, when he was president the previous term,
This is the second time he's become president. When he was president between 2016 and 2020, Narendra Modi fully invested in Trump's leadership and presidency. You may recall that he went to America, held a rally of people of Indian origin there and gave the slogan in 2019, Ab ki baar Trump Sarkar. That is, this time Trump government again. Just like here earlier they had said Ab ki baar Modi Sarkar. So he went and repeated it there. That is, he was not having just diplomatic relations or relations between two heads of states. He was politically also aligned with Trump personally. So he thought that now Trump has come back, he's my close friend, now India can get a lot of benefit from this friendship, and that is why Trump became president in January. In February, Modi was one of the first leaders to go to America to meet Trump at the White House. ട്രംപ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഘട്ടം 2016 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രി മോദി ട്രംപുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധത്തിൽ ഒരുപാട് ഊന്നൽ കൊടുത്തിരുന്നു. അതൊരു നിക്ഷേപം പോലെ കണ്ടിരുന്നു. 2019 എല്ലാവരും ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം ട്രംപിന് വേണ്ടി അമേരിക്ക സന്ദർശിച്ച് ഒരു റാലി നടത്തി. അവിടെ അദ്ദേഹം ഒരു മുദ്രാവാക്യം തന്നെ മുഴക്കി, അബ് കി ബാർ ട്രംപ് സർക്കാർ, ഈ കുറി ട്രംപ് സർക്കാരാണ് എന്ന്. ഇവിടെ ഇന്ത്യയിലെ മുദ്രാവാക്യത്തിന്റെ അതേ മാതൃകയിൽ അവിടെ മുദ്രാവാക്യം മുഴക്കി. അങ്ങനെ സാധാരണഗതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഴി മാത്രമല്ല, ഒരു രാഷ്ട്രീയ സഖ്യത്തിലൂടെയും കൂടിയാണ് മോദി ട്രംപുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത്. ഇത് മാത്രമല്ല, ഇത്തവണ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടൻ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തി. തുടർന്ന് ഫെബ്രുവരിയിൽ അമേരിക്ക ട്രംപിനെ സന്ദർശിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. So now the Indian government has realized very late, that Trump is not going to give India any special treatment. If Trump cannot even give good treatment to his closest allies in Europe, in NATO, to France, Germany, Britain, etc., how is he going to give any good treatment to India? And now they are therefore in a bind. What to do? This trade announcement agreement was made not by India first. It was made by Trump. Trump normally early in the morning he puts out tweets. He has got his own social media post. He posted there, agreement has been reached with India. And he said these are the terms which are favorable to America. The Indian government next day confirms there is an agreement, announcement is there, but does not endorse all the claims that Trump has made. It is a very peculiar situation. The Foreign Minister of India, Mr. Jaishankar, had gone to America at that time for some other work. He was asked by the media there about this trade agreement. He said, "This is not my department. This is not my area. That is, the minister in charge of this will tell you." The minister in charge of this was the Minister of Commerce in India, Piyush Goyal. And we have reliable information that he also did not know Trump was going to make this announcement. So who agreed to this? It's a mystery. The Indian establishment, the Indian government was taken aback by Trump's announcement and the terms of the agreement. First point, what did Trump say?
we are reducing the tariff we have imposed on India. First they imposed 25%, and then they added another 25% saying you are buying Russian oil. If you don't stop buying Russian oil, additional 25%. So 50% tariff was there. He said now we are going to reduce it to 18%. This is the first announcement. Along with that, he said, while Indian goods exported to America will be taxed at 18%, the goods we sell to India, that will get zero tariff from India. India will not put any tariff or minimal tariff, zero or minimal tariff. Then he said, with this, America's farmers will be earning increased income of billions of dollars. And then he said, India is also committed to stop buying Russian oil. Not only that, they have agreed that they will buy American oil and energy products. And last point he made is, they will also buy our arms, defense equipment. And $500 billion worth of American goods will be purchased by India in the next 5 years. That is, every year India is committed to buy $100 billion worth of American goods and equipment, which will help America's industry, America's economy. This is the announcement Trump has made. If you see Modi's response, he says, good, we have come to an agreement. This will help India, it will help America. We are very happy. നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന് പ്രത്യേക പരിഗണന ലഭിക്കാൻ പോകുന്നില്ല എന്ന് വളരെ വൈകി മാത്രമാണ് മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ തുടക്കത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല തന്നെയില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും കൊടുക്കാത്ത പ്രത്യേക പരിഗണന ഇന്ത്യക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന് പോലും ഇവർ ചിന്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി ആണ് നടത്തിയത്. ഇന്ത്യ ഇത് പിന്നീട് ശരിവെച്ചു എങ്കിലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു നൽകാൻ ഇന്ത്യയുടെ നേതാക്കൾക്ക് കഴിയുമായിരുന്നില്ല. അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ കരാർ എന്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാണിജ്യമന്ത്രിയായ പീയൂഷ് ഗോയൽ പോലും അദ്ദേഹത്തിന് ഈ കരാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെയുള്ള ചോദ്യം, ഇന്ത്യയിൽ പിന്നെ ആർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് എന്നാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ ഗവൺമെന്റും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കരാറിന് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അമേരിക്ക ഇന്ത്യയുടെ മേലുള്ള ഈ നമ്മുടെ വ്യാപാര ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ഉള്ള നമ്മുടെ താരിഫ് നികുതി 25% ആയി കുറയ്ക്കുന്നു എന്നുള്ളതായിരുന്നു. 25% എന്നുള്ളത് അത് കുറയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. 18%. രണ്ടാമത് 25 റഷ്യയുടെ, ബാക്കി തുടർന്ന് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തുകയാണെങ്കിൽ അതിന്റെ പേര് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന 25% കുറയ്ക്കും. അങ്ങനെ ആകെ 50% എന്നുള്ളത് 18% കുറയ്ക്കും എന്നുള്ളത്. മൂന്നാമത് പറഞ്ഞത്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തലാക്കണം, പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്നുള്ളതാണ്. അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് ഈ കരാറിന്റെ മറ്റൊരു ധാരണ ആയി ട്രംപ് പ്രഖ്യാപിച്ചത്. അത് കൂടാതെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യ അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ, അതായത് 50,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. 5 വർഷം കൊണ്ട് ശരാശരി ഒരു വർഷം $100 ബില്യൺ തുല്യമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇന്ത്യയുമായിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിന് 18% നികുതി എങ്കിൽ
ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 0% അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നികുതി നിരക്ക് മാത്രം ആണ് ഏർപ്പെടുത്തുക എന്നുള്ളതും ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. So, what is the position about tariffs? Before Trump increased tariffs of India from 25 to 50%, before that, when we send goods to America, on an average, Indian goods used to be levied tariffs of just 3 to 4%. This was the position before Trump came. And when American goods come to India, we would levy tariffs on an average of 17%. And for agricultural goods, if they come from America, we used to levy 39% because we didn't want cheap agricultural goods coming to India. Our goods, we have to pay 3 to 4%, and their goods, they have to pay 17% and 39%. Now what's happened as a result of this interim agreement, our goods will have to pay 18%. From 3 to 4%, it's increased to 18%. And Modi and company now say from 50% we got it reduced to 18%. But actually, it has increased from 3 to 4% to 18%. And for America, who was paying 17% average, they have to pay 0 tariff when their goods come to India. This is what is meant by an unequal treaty or unequal agreement. Such agreements were there in the days of imperial power, when they had colonies, when they could impose their trade terms on weaker countries or their colonies. We have that experience in India, how they destroyed India's textile industry by allowing free import of textiles from Manchester, while putting steep tariffs on Indian textile manufacturers to Britain. So this is the trade which is used as an exploitative mechanism for loot and plunder by imperial powers. So this is the basic thing about the tariffs as so far they have announced. So what will happen? If there's 0 tariff for certain American goods, they will flood the Indian market. And if there are such goods manufactured in India, they will be wiped off that industry. There's no protection whatsoever. So this is why we call it an unequal treaty, a colonial style treaty. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ശരാശരി നികുതി നിരക്ക് 3 മുതൽ 4% വരെയായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന്റെ ശരാശരി 17%. കാർഷികോൽപ്പന്നങ്ങൾക്കാകട്ടെ 39%. എന്നാൽ ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നേരത്തെ 3 മുതൽ 4 വരെ ശതമാനമായിരുന്നത് അതിനിപ്പോൾ 18% നികുതി ഏർപ്പെടുത്തുന്നു. മോദി വീമ്പ് പറയുന്നത് 50-ൽ നിന്ന് 18 കുറച്ചു എന്നാണ്. പക്ഷെ ട്രംപ് വരുന്നതിന് മുമ്പ് 3 മുതൽ 4 വരെ ശതമാനമായിരുന്നു. അതേസമയം അമേരിക്കയ്ക്ക് മുമ്പ് 17% നികുതി കൊടുക്കേണ്ടിയിരുന്നു അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതിക്കാർ എങ്കിൽ ഇപ്പോൾ അത് 0%. ഇതുകൊണ്ടാണ് ഈ കരാർ അങ്ങേയറ്റം അസന്തുലിതമായ ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ഇത്തരം കരാറുകൾ പഴയ സാമ്രാജ്യത്വത്തിന്റെ ഒരു സവിശേഷതയാണ്. സാമ്രാജ്യത്വ കാലത്ത് ഇന്ത്യയുടെ തന്നെ അനുഭവം, നമ്മുടെ ഇവിടെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ തുണിത്തരങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് അമിതമായ നികുതി ഏർപ്പെടുത്തുകയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു സാമ്രാജ്യത്വ കാലത്ത് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ 0% എന്ന നിരക്ക് അമേരിക്കയ്ക്ക്
ലഭിക്കുന്നതോടുകൂടി ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒഴുകിയെത്താൻ പോവുകയാണ്. ഇതിന്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തദ്ദേശീയരായ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പരിണത ഫലം. ഇത് സാമ്രാജ്യത്വ കാലത്തെ ആ പകൽ കൊള്ള അതല്ലാതെ മറ്റൊന്നുമല്ല. അത് തന്നെയാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്.